നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. നന്ദിപുലം നോർത്ത് സെന്റ് മേരീസ് പള്ളിയിൽ വിശ്വാസ പരിശീലന ദിനാഘോഷം നടത്തി. പുതുക്കാട് ഫെറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ മെജോ മങ്ങാട്ടിളയൻ അധ്യക്ഷത വഹിച്ചു. അതിരൂപത ഫെറോന മത്സരങ്ങളിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്കും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സമ്മാനദാനവും നടത്തി. ചടങ്ങിൽ ലോന പന്തുക്കനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സിസ്റ്റർ മോളി, പ്രധാന അധ്യാപകൻ ആന്റണി പൂങ്കാവനം, സെക്രട്ടറി ബിജു അമ്പഴക്കാടൻ, സൈലേഷ് നെടുമ്പക്കാരൻ, സിബി ദേവസി, ജിഷ, പ്രീതി വർഗീസ്, NP ജോയ് എന്നിവർ പ്രസംഗിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ചതിന്റെ പേരിൽ ആ സ്ത്രീയുടെ ശരീരം ക്രൈസ്തവ ആചാരപ്രകാരം ദേവാലയത്തിൽ അടക്കം ചെയ്തു. നിങ്ങൾക്കറിയോ, ആ ശവസംസ്കാരം കഴിഞ്ഞപ്പോ ആ സഹോദരിയുടെ 2 മക്കള്, അവരുടെ പേര് മുസ്തഫ, ഖദീർ എന്ന് പറയുന്ന 2 മക്കളാണ്. അവര് ആ ശവസംസ്കാര ശുശ്രൂഷ നടത്തിയ അച്ഛന്മാരോട് ചോദിച്ചത്, ഞങ്ങളുടെ അമ്മ ആരാധിച്ച ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിച്ചത്. ഞങ്ങളുടെ അമ്മ ആരാധിച്ച ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹമുള്ളവരെ, ആ കുടുംബം മുഴുവനും, ഈ മക്കളൊക്കെ പിന്നീട് ക്രൈസ്തവ മതം സ്വീകരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു 2-3 പ്രാവശ്യമൊക്കെ സ്ക്രീനിങ്ങിന് നടത്തിയതിനു ശേഷമാണ് കുട്ടികൾ സ്റ്റേജിലേക്ക് കയറുന്നത്. എത്ര മനോഹരമായിട്ട് അവര് ചുരുങ്ങിയ, ഞാൻ ഒത്തിരി നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ, നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരുന്നു അല്ലേ, പരീക്ഷയുടെ സമയത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ചുരുങ്ങിയ സമയത്തിനുള്ളില് കുഞ്ഞുങ്ങളൊക്കെ അതിനെ അനുസരിച്ച് അത് ഒരുങ്ങാനും, ഞാൻ നോക്കുമ്പോൾ ഒത്തിരി മാതാപിതാക്കൾ ഇവിടെ വന്ന് കുട്ടികളുടെ പരിപാടികൾക്ക് സഹകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ വിജയം. ഇനി ഇവിടെ നടക്കുന്ന പരിപാടികൾ അത് വിജയമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിനു വേണ്ട ഒരുക്കം വളരെ മനോഹരമായിട്ട്, വളരെ നന്നായിട്ട്, ഒരു കൂട്ടായ്മയിൽ നല്ല ഒരുക്കങ്ങൾ. ഞാൻ ഇന്നലെ നോക്കുമ്പോ നമ്മുടെ കിറ്റ് 3000 രൂപ കടം കൊടുത്തത് തിരികെ ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് വീട് കയറി ആക്രമണം നടത്തിയ കേസിൽ 4 പ്രതികൾ റിമാൻഡിൽ. അന്തിക്കാട് പുത്തൻപീടിക സ്വദേശികളായ പള്ളത്തി വീട്ടിൽ കുട്ടപ്പായി എന്നറിയപ്പെടുന്ന രാഗേഷ്, പുളിക്കൻ വീട്ടിൽ സന്തോഷ്, പുളിക്കൻ വീട്ടിൽ യദു കൃഷ്ണൻ, പുളിക്കൽ വീട്ടിൽ ശിവനന്ദൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നവംബർ 15-ന് അന്തിക്കാട് സ്വദേശിയായ താണ്ടിയേക്കൽ വീട്ടിൽ നവീനെ അന്തിക്കാട്ടുള്ള വീട്ടുപറമ്പിലേക്ക് അതിക്രമിച്ച് കയറി നവീനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കൊടുവാൾ കൊണ്ട് കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. പരാതിക്കാരനായ നവീന്റെ ഭാര്യയുടെ ബന്ധുക്കളാണ് പ്രതികളായ സന്തോഷ്, യദു കൃഷ്ണൻ, ശിവനന്ദൻ എന്നിവർ. ഇവരുടെ സുഹൃത്താണ് കുട്ടപ്പായി എന്ന രാഗേഷ്. സന്തോഷിന്റെ മകനാണ് യദു. ഇവരുടെ ബന്ധുവാണ് ശിവനന്ദൻ. പരാതിക്കാരന്റെ ഭാര്യ 3000 രൂപ സന്തോഷിന്റെ ഭാര്യയ്ക്ക് വായ്പ കൊടുത്തിരുന്നു. 2 ദിവസം മുൻപ് ഈ പണം തിരിച്ചു ചോദിക്കുകയും അതിനെ ചൊല്ലി ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി ആണ് പ്രതികൾ പരാതിക്കാരന്റെ വീട്ടിലെത്തിയത്. രാഗേഷ് എന്ന കുട്ടപ്പായിയാണ് പരാതിക്കാരനെ കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചത്. രാഗേഷ്, യദുകൃഷ്ണൻ, ശിവനന്ദൻ എന്നിവർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലെ പ്രതികളാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO കഴ്സൺ, GSIമാരായ കൊട്ടുമോൻ ജേക്കബ്, ഡെന്നി, SCPO സജു, GSCPOമാരായ ഷാനവാസ്, അജേഷ്, അരുൺ രാജ, CPOമാരായ വിനോദ, മണികണ്ഠൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. സ്വർണ്ണവില കേരളത്തിൽ ഇന്ന് ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 11,455 രൂപയായി. 80 രൂപ താഴ്ന്ന് 91,640 രൂപയാണ് പവന് വില. രാജ്യാന്തര വില ഔൺസിന് $10 മാത്രം ഉയർന്ന് $4,085 തുടരുകയും കാര്യമായ കുതിപ്പിന് സമീപഭാവിയിൽ സാധ്യത ഇല്ലാത്തതുമാണ് കേരളത്തിൽ വില താഴാൻ കാരണം. $4,101 വരെ ഉയർന്ന ശേഷം വില താഴ്ന്നത് കേരളത്തിലും വില കുറയാൻ സഹായിച്ചു. അവധി ദിവസമായ ഇന്നലെ ഒഴിവാക്കിയാൽ തുടർച്ചയായി 3-ാം ദിവസമാണ് വില കുറയുന്നത്.
പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഡിൽ 2 താമസിക്കുന്ന കുഞ്ഞപ്പള്ളി ലക്ഷ്മി നാരായണനും ഭാര്യ ശ്രീജയും വർണ്ണ നൂലുകളിൽ ജീവിതം നെയ്തെടുക്കുകയാണ്. ജന്മനാലുള്ള ശാരീരിക പരിമിതികളുമായാണ് ലക്ഷ്മി നാരായണന്റെ ജീവിതം. കൈത്തൊഴിലായി പഠിച്ചെടുത്ത സ്വർണ്ണപ്പണിയുമായി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ശാരീരിക പരിമിതികളുള്ള പട്ടാമ്പി സ്വദേശിനിയായ ശ്രീജ ജീവിതസഖിയായി എത്തിയതോടെ ലക്ഷ്മി നാരായണന്റെ ജീവിതത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ സ്ട്രോക്ക് മൂലം ലക്ഷ്മി നാരായണന്റെ ശരീരത്തിൻ്റെ ഒരു വശം തളർന്നുപോയത് ഈ ദമ്പതികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കി. സ്വർണ്ണപ്പണി തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 3 ദിവസത്തെ കരകൗശല നിർമ്മാണ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. പതിയെ 2 പേരും വർണ്ണനൂലുകളും മുത്തുകളും ഉപയോഗിച്ച് നെറ്റിപ്പട്ടം, ആലവട്ടം, തിടമ്പ് എന്നിവയിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ നിർമ്മിക്കുന്ന കല സ്വായത്തമാക്കി. സ്വർണ്ണാഭരണ നിർമ്മാണത്തിലെ വൈദഗ്ധ്യം കരകൗശല നിർമ്മാണത്തിലും ഉപയോഗപ്പെടുത്തിയതോടെ മനോഹരമായ രൂപങ്ങൾ മെനഞ്ഞെടുക്കാൻ ഇവർക്കായി. അലങ്കാര വസ്തുക്കൾ മാത്രമല്ല, വാഹനങ്ങളിലും വീടിൻ്റെ വാതിൽപ്പടിയിലും സ്ഥാപിക്കാവുന്ന ചെറിയ രൂപങ്ങളും ഇവർ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ ശാരീരിക പരിമിതികൾ ഒരു തടസ്സമല്ലെന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് ഇരുവരും. തുടക്കത്തിൽ ഒരുപാട് സമയമെടുത്താണ് ഓരോന്നും നിർമ്മിക്കുന്നത്. ഇനി ഈ സംരംഭം കൂടുതൽ വിപുലപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ജീവിതം കൊടുത്ത വലിയ തിരിച്ചടികളിൽ വീണുപോയെങ്കിലും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ് ലക്ഷ്മി നാരായണനും ഭാര്യ ശ്രീജയും. എനിക്ക് 2020 സ്ട്രോക്ക് വന്ന് ഇടത്തെ സൈഡ് കയ്യും കാലും തളർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നെറ്റിപ്പട്ടം, ആലവട്ടം ഇതുണ്ടാക്കുന്ന ഒരു ട്രെയിനിങ് ക്ലാസ് ഉണ്ടായിരുന്നു. 3 ദിവസത്തെ. അതിൽ നിന്നും കുറച്ച് പഠിച്ച് ഞാൻ ഇപ്പോൾ വീട്ടിൽ നോക്കുകയാണ്. നെറ്റിപ്പട്ടങ്ങളും ആലവട്ടങ്ങളും തിടമ്പും ഞാൻ വീട്ടിൽ നിർമ്മിക്കുന്നുണ്ട്. ആവശ്യപ്രകാരം ഞങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. ശാരീരിക പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുകയാണ് ലക്ഷ്മി നാരായണൻ ചേട്ടനും ശ്രീജ ചേച്ചിയും. ഉപജീവനമാർഗമായിരുന്ന സ്വർണ്ണപ്പണി ചെയ്യാനാകാത്ത വിധം രോഗം തൻ്റെ ശരീരത്തെ തളർത്തിക്കളഞ്ഞപ്പോൾ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെ ആ പ്രതിസന്ധികളെ അതിജീവിക്കുകയാണ് ഇരുവരും ചേർന്ന്. ഇവരുടെ ഈ സംരംഭത്തിന് നമ്മുടെ പിന്തുണ ആവശ്യമാണ്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,455 രൂപയും പവന് 91,640 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ പാലയ്ക്കപ്പറമ്പ് മാക്കോൻ സുബ്രഹ്മണ്യൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 വടൂക്കര ശ്മശാനത്തിൽ. നെന്മണിക്കര വെളിയത്തുപറമ്പിൽ തങ്ക അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ കേശവനാണ് ഭർത്താവ്. അശോകൻ, പവിത്രൻ, വത്സല, ദാസൻ, ദേവൻ എന്നിവർ മക്കളും കോമള, ആശ, അശോകൻ, സ്മിത, രേഖ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.